മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തെയും ദേശീയപാത അതോറിറ്റിയെയും കക്ഷി ചേർത്ത് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്ന കാര്യത്തിലും ശ്രദ്ധ പുലർത്തുമെന്ന് കോടതി പറഞ്ഞു. കേസ് ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങൾ? വേണു, വയനാടുമായി ബന്ധപ്പെട്ട സ്വമേധയായി എടുത്ത കേസുണ്ടായിരുന്നു. അതായത് വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഉരുൾപൊട്ടൽ വിഷയത്തിൽ എടുത്ത കേസാണ് അത്. അതിലിപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം, ദേശീയപാത അതോറിറ്റി തുടങ്ങിയവരെ കൂടി ഹൈക്കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. ഒരു പക്ഷേ കോടതി തീരുമാനിച്ചിരിക്കുന്നത് അവിടെ വരാൻ പോകുന്ന തുരങ്കപാതയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ മുഖവിലേക്കെടുത്തത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അക്കാര്യത്തിൽ കോടതിയാണ് ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തായാലും കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ശ്രദ്ധ പുലർത്തും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിലടക്കം കോടതിയുടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. വയനാട് മാത്രമല്ല, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മറ്റിടങ്ങളിലെ വിഷയവും പരിഗണനയിലുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട്. മഴക്കാലം കഴിയും വരെ വയനാട്ടിലെ തന്നെ ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ